അസ്സലാമലൈക്കും. അപ്പോൾ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം നിർത്തിയത് 1000 നമ്പർ 18 ഞാൻ കഴിഞ്ഞ പ്രാവശ്യം നിർത്തിയത് നമ്മൾ മക്കളുടെ കാര്യത്തിനെ കുറിച്ചും കുറച്ച് ഞാൻ കാര്യങ്ങൾ പറഞ്ഞിരുന്നു. സോ 1000 നമ്പർ 19 ഇനിയിപ്പോൾ നമ്മൾ എന്താ ക്യാമറ ഷിഫ്റ്റിംഗ് ടു യൂസുഫ് അലൈഹിസ്സലാം എവിടെയാ ഒരു കിണറ്റിൽ കിടക്കുക, ഒരു ഡീപ് കിണറ്റിൽ കിടക്കുകയാണ്. സുബ്ഹാനല്ലാഹ്, ലോഡ് ജസ്റ്റ് ഇമാജിൻ ദ കണ്ടീഷൻ ഓഫ് ദ വോയേജ്. അപ്പോൾ ഒരു കാരവൻ ആ വഴി പാസ് ചെയ്യണം. അത് 1000 നമ്പർ 19 ഒരു കാരവൻ ആ വഴി പാസ് ചെയ്യണം. ആ കാരവൻ്റെ ഉള്ളിൽ അവരെ ദാഹിച്ചിട്ട് വെള്ളം എടുക്കാൻ വേണ്ടിയിട്ട് വെള്ളം എടുക്കുന്ന ആളൊരു ബക്കറ്റൊക്കെ ആയിട്ട് ഇറങ്ങി കിണറ്റിലേക്ക് ബക്കറ്റ് ഇടുന്നു. സഡൻലി ഹി സോ യൂസുഫ് അലൈഹിസ്സലാമിനെ കാണുകയാണ്. ഭയങ്കര എക്സൈറ്റഡ് ആവും അവർക്ക്. എന്ന് വെച്ചാൽ അവരൊരു കൊച്ചു പയ്യനാണ്, അന്ന് സ്ലേവറി ഒക്കെ ഉള്ള സമയമാണ്. അപ്പോൾ ഇവരുടെ മനസ്സിൽ ആദ്യം വന്നത് എന്താ വെച്ചാൽ ഇവരെ വിറ്റ് കാശാക്കാം എന്നുള്ളതാണ്. അവർ ഭയങ്കര എക്സൈറ്റഡ് ആയി. അവർ വേഗം ബക്കറ്റിൽ നിന്ന് പൊക്കിയെടുത്ത് യൂസുഫ് അലൈഹിസ്സലാമിനെ പൊക്കിയെടുത്തിട്ട് കൊണ്ടുവന്ന് അവരുടെ കാരവനിൽ കയറ്റി അടുത്ത ആയാലും അവർ മാർക്കറ്റിലേക്ക് പോവാണ്. എല്ലാം ഫാസ്റ്റായിട്ടാണ് കാര്യങ്ങൾ പഠിച്ചോൻ പറയുന്നത്. അടുത്ത 1000 നമ്പർ 20 ദേ ആർ സെല്ലിങ് ഹിം ഇൻ എ മാർക്കറ്റ്. ഓക്കെ, കിട്ടിയ കാശിന് വളരെ മിയർ പൈസയ്ക്ക് വേണ്ടിയിട്ട് പൈസ വാങ്ങിച്ചിട്ട് അവർ യൂസുഫ് അലൈഹിസ്സലാമിനെ അവിടെ വിൽക്കുകയാണ്. സുബ്ഹാനല്ലാഹ്, ഒരു മാർക്കറ്റിൽ അങ്ങനെ വാങ്ങിക്കുന്നത് അസീസ് എന്ന് പറഞ്ഞൊരു വ്യക്തിയാണ്. അന്ന് അവിടുത്തെ മിനിസ്റ്റർ എന്തോ ആണ്. ആൻഡ് ഹിസ് വൈഫ്സ് നെയിം സുലേഖ. അവരാണ് യൂസുഫ് അലൈഹിസ്സലാമിനെ മാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കുന്നത് വളരെ തുച്ഛമായ കാശിൽ. അവരറിയുന്നില്ല ആരെയാണ് അവർ വാങ്ങിക്കുന്നത്. ഈ വിൽക്കുന്നവർക്ക് അറിയില്ല എത്ര വില കൂടിയ ഒരു കാര്യമാണ് അവർ ഇത്ര തുച്ഛമായ വിലയ്ക്ക് വിൽക്കുന്നത് എന്നുള്ളത്. സുബ്ഹാനല്ലാഹ്. ഓക്കെ, അപ്പോൾ ഇനി ഇവിടെ നിന്ന് ടേണിംഗ് പോയിന്റ് ആണ്. യൂസുഫ് അലൈഹിസ്സലാമിന്റെ ലൈഫിന്റെ ടേണിംഗ് പോയിന്റ് ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യും. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ യൂസുഫ് അലൈഹിസ്സലാമിനെ ഇവിടെ നിന്ന് ഇയാൾ കൊണ്ടുപോവുകയാണ്. ഇയാൾ കൊണ്ടുപോയിട്ട് ഇയാൾ വീട്ടിലേക്ക് കൊണ്ടുപോവുകയാണ്. വീട്ടിൽ കൊണ്ടുപോയിട്ട് ഇദ്ദേഹം വൈഫിന്റെ അടുത്ത് പറയാണ്. ഓക്കെ, വൈഫിന്റെ അടുത്ത് പറയുന്നു, ഞാൻ ഇവിടെ ഇതിനെ കൊണ്ടുവന്നിട്ടുണ്ട്, ഇതിന് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ട് ഈ ഒരു വീട്ടിൽ വെക്കണം. വൈഫിന്റെ അടുത്ത് പറയാൻ ഇവനെ ഏറ്റവും കംഫർട്ടബിൾ ആയിട്ട് വെക്കുക. മേ ബി നമുക്ക് ഇവനെ നമ്മുടെ മകനായിട്ട് എടുക്കാം, അല്ലെങ്കിൽ മേ ബി വി ക്യാൻ ബെനിഫിറ്റ് ഫ്രം ഹിം. ഓക്കെ, സോ ജസ്റ്റ് ട്രീറ്റ് ഹിം വെൽ. ഓക്കെ, നന്നായിട്ട് ഇങ്ങനെ നോക്കുക, എല്ലാ കംഫർട്ടും കൊടുത്ത് നമുക്ക് ഇവരിവിടെ നിർത്താം എന്ന് പറയുകയാണ്. എന്നിട്ട് പഠിച്ചോൻ ആയെ തന്നെ നമ്മളോട് പറയാണ്, ഇങ്ങനെയാണ് ഞാൻ. ഓക്കെ, ഇങ്ങനെ യൂസുഫ് അലൈഹിസ്സലാമിനെ ഐ ഗേവ് ഹിം എ പ്ലേസ് ടു ലിവ്, എ ഫൂട്ടിംഗ് ഇൻ ദ ലാൻഡ്, so that I can teach him all sorts of stuff which Allah want to. We don't know so many things, you know, messages, guidance, everything. Okay, but പലർക്കും അറിയാൻ പാടില്ല. ഇങ്ങനെയാണ് Allah is in control of all the matters. ആ വാക്കുണ്ട്, അല്ലാഹു ഗാലിബു അലാ അംരിഹി. Allah is completely in control of all the matters. ഓക്കെ, ഇങ്ങനെയാണ്. യൂസുഫ് അലൈഹിസ്സലാമിന്റെ അവിടെ നിന്ന് നോക്കി ഇവിടെ കൊണ്ടുവന്നതിന് Allah has a reason. He is in complete control. Don't think that it is a joke. I have plans. ഓക്കെ, അങ്ങനെ യൂസുഫ് അലൈഹിസ്സലാമിനെ അസീസിന്റെ വീട്ടിൽ കൊണ്ട് സെറ്റിൽ ചെയ്യാണ്. അണ്ടർസ്റ്റുഡ്? അതാണ് 1000 നമ്പർ 21. ആൻഡ് Allah says, ഇനി യൂസുഫ് അലൈഹിസ്സലാം അവിടെ ജീവിക്കുന്നു, വളർന്ന് മെച്യൂർഡ് ആവും. അപ്പോൾ Allah says, I am giving him എന്താ പറയുക, നോളജ്, വിസ്ഡം. ഓക്കെ, ബിക്കോസ് യൂസുഫ് അലൈഹിസ്സലാം ഹാസ് ലോട്ട് ഓഫ് സബർ ആൻഡ് തഖ്വ. ബിക്കോസ് ഹീസ് ഹാപ്പിലി അവർ പറഞ്ഞ ജോലിയെല്ലാം ചെയ്ത് സമാധാനമായിട്ട് അവിടെ ജീവിക്കുകയാണ്. ആൻഡ് Allah is saying that I am giving him knowledge, I am giving him some judgment. എല്ലാം ഞാൻ അവന് കൊടുക്കുകയാണെന്ന് പഠിച്ചു പറയുകയാണ്. ഓക്കെ, ഇനി എന്താ പ്രോബ്ലം അറിയോ? യൂസുഫ് അലൈഹിസ്സലാം മെച്യൂർഡായി. ഈസ് വെരി ഹാൻസം, ഈസ് വെരി ഗുഡ് ലുക്കിംഗ്. ഓക്കെ, അപ്പം എന്താ പ്രോബ്ലം എന്ന് വെച്ചാൽ അവിടെ അസീസിൻ്റെ വൈഫ് ഉണ്ട്. അസീസിൻ്റെ വൈഫ് ഷീ ഫെൽ ഫോർ ഹിം. ഓക്കെ, ഷീ ഫെൽ ഫോർ ഹിം. ഷീ വാണ്ടഡ് ടു ഹാവ് എ റിലേഷൻഷിപ്പ് വിത്ത് യൂസുഫ് അലൈഹിസ്സലാം. അണ്ടർസ്റ്റുഡ്? അപ്പോൾ and he is a slave there. He has to obey whatever she says. He has to obey. Okay, so this is the dangerous thing. Okay, and he doesn't want anything like that. But Yusuf's Aziz's wife, she fell for him. She wanted to have a relation with him. So she wanted to seduce him. Understood? She wanted to seduce him. അപ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലേക്ക് വരികയാണ്. ബാക്കി നടക്കട്ടെ. ഓക്കെ, ടാറ്റാ.